അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ ഖാതമിൽ അംബിയാഇ സയ്യിദിൽ മുത്തഖീൻ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 54-ാം അധ്യായം സൂറത്തുൽ ഖമറിലെ 1 മുതൽ 13 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം നിർവഹിച്ച സന്ദർഭത്തിൽ ആ സമൂഹം അദ്ദേഹത്തെ കളവാക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുകയും സുദീർഘമായ ഒരു കാലത്തിന് ശേഷം അദ്ദേഹം ആ സമൂഹത്തിനെതിരിൽ പ്രാർത്ഥിക്കുകയും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വമ്പിച്ച ശിക്ഷ കൊണ്ട് അവരെ പിടികൂടുകയും ഒരു കപ്പലുണ്ടാക്കി അതിൽ രക്ഷപ്പെടാനുള്ള അവസരം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്കും അദ്ദേഹത്തിൽ വിശ്വസിച്ച വിശ്വാസികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്ത കാര്യങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. വലിയ പലകകളും ആ പലകകൾ കൂട്ടിച്ചേർക്കാനുള്ള ആണികളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കപ്പലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ വഹിച്ചു എന്ന് 13-ാമത്തെ ആയത്തിൽ പറയുന്നു. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വചനങ്ങളിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത് എന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تجري بأعيننا جزاء لمن كان كفر ولقد تركناها آية فهل من مدكر فكيف كان عذابي ونذر وَلَقَدْ يَسَّرْنَا الْقُرْآنَ لِلذِّكْرِ فَهَلْ مِن مُدَّكِرٍ തജ്രി ബിഅഅ്യുനിനാ. തജ്രി എന്ന് പറഞ്ഞാൽ അത് സഞ്ചരിക്കുന്നു. ജറാ യജ്രി ജറയാനൻ. ജറ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക. യജ്രി ഔ തജ്രി ജറയാനൻ സഞ്ചരിക്കൽ. തജ്രി അത് സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സഫീനത്ത്, ആ കപ്പൽ സഞ്ചരിക്കുന്നു. ബിഅഅ്യുനിനാ, നമ്മുടെ കണ്ണുകൾക്ക് മുന്നിലൂടെ. ഐനിൻ്റെ ജംആണ് അഅ്യുൻ, കണ്ണുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കണ്ണുകൾക്ക് മുന്നിലൂടെ അത് സഞ്ചരിച്ചു, അല്ലെങ്കിൽ സഞ്ചരിക്കുന്നു. ജസാഅൻ, ഒരു പ്രതിഫലം എന്നുള്ള നിലക്കാണ് അപ്രകാരമൊക്കെ സംഭവിച്ചത്. ആർക്കുള്ള പ്രതിഫലം? ലി, ഒരാൾക്ക്. മൻ, ആരാണ്? കാന കുഫിർ, അദ്ദേഹം നിഷേധിക്കപ്പെട്ടിരുന്നു. കുഫിറ, കഫറ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക, കുഫിറ നിഷേധിക്കപ്പെടുക. കഫറ യക്ഫുറു കുഫ്റൻ വ കുഫ്റാന. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കപ്പലിനെ സംബന്ധിച്ച് പറയുന്നത് തജ്രി ബിഅഅ്യുനിനാ, നമ്മുടെ കണ്ണുകൾക്ക് മുന്നിലൂടെ. അത് ഒന്ന് അക്ഷരാർത്ഥത്തിൽ തന്നെയാണ്, മറ്റൊന്ന് അതിൻ്റെ ആശയമാണ്. അക്ഷരാർത്ഥത്തിൽ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 2 കണ്ണുകളുണ്ട്.
അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിൽ. പരിശുദ്ധ ഖുർആനിൽ അത് സ്ഥിരപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ സിഫാത്തുകളാണ്, അത് അവയവങ്ങളല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ സിഫാത്തിൽപ്പെട്ടതാണ്. മനുഷ്യൻ്റെത് അവയവങ്ങളാണ്, അള്ളാഹുവിൻ്റെത് അവയവങ്ങളല്ല. അള്ളാഹുവിൻ്റെ സിഫാത്തിൽപ്പെട്ടതാണ്. അവന് 2 കണ്ണുകളുണ്ട്. പക്ഷേ ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെപ്പോലെ ഒന്നുമില്ല. അതുകൊണ്ട് സൃഷ്ടികളോടത് താരതമ്യം ചെയ്യാനും പാടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ കേൾക്കുമ്പോൾ അതിൽ 4 കാര്യങ്ങൾ നാം അതിൽ അപ്ലൈ ചെയ്യണം. അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ അല്ലെങ്കിൽ ഒരു സിഫത്ത് അറിയുമ്പോൾ അതിൽ 4 കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യണം. അതിലൊന്നാമത്തത്, നമ്മളതിനെ തഅ്തീൽ ചെയ്യാൻ പാടില്ല, നിഷേധിക്കാൻ പാടില്ല. യദുല്ലാഹ്, അള്ളാഹുവിൻ്റെ കൈ എന്ന് ഖുറാനിലുണ്ട്. ഇല്ല, അള്ളാഹുവിന് കൈയില്ല എന്ന് നാം എങ്ങനെ പറയും? കാരണം അള്ളാഹുവിനറിയാം യദ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്താ മനസ്സിലാക്കുന്നത് എന്ന് അള്ളാഹുവിനറിയാം. ആ റബ്ബ് പറയുന്നു അള്ളാഹുവിന് യദുണ്ട്. സ്പഷ്ടമായ അറബി ഭാഷയിലാണത് പറയുന്നത്. അറബികളത് വായിക്കുമ്പോൾ അവരെന്ത് ഉൾക്കൊള്ളുന്നു എന്നും റബ്ബിനറിയാം. എന്നിരിക്കെ അള്ളാഹുവിന് യദുണ്ട്, അള്ളാഹുവിന് സാഖുണ്ട്, അള്ളാഹുവിന് കണ്ണുണ്ട് എന്ന് പറയുമ്പോൾ നാം അതിനെ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പാടില്ല. ഏറ്റവും നന്നായി ഭാഷ അറിയാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ നിഷേധിച്ചിട്ടില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നിഷേധിക്കാൻ പാടില്ല, ഒന്നാമത്തത് അതാണ്. രണ്ടാമത്തത്, തഹരീഫ് ചെയ്യാൻ പാടില്ല, ബിദൂനി തഹരീഫിൻ. തഹരീഫ് എന്ന് പറഞ്ഞാൽ അർത്ഥത്തിന് മാറ്റം വരുത്തുക. യദ് എന്ന് പറഞ്ഞാൽ യദാണ്, പക്ഷേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശക്തിയാണ് എന്ന്, അതിനാണ് ദുർവ്യാഖ്യാനം എന്ന് പറയുക. അങ്ങനെ ശക്തിയാണ് ഉദ്ദേശമെങ്കിൽ ശക്തി എന്ന വേർഡ് ഖുർആൻ അറബിയിൽ ഉപയോഗിക്കാൻ അറിയാത്തവനാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല? അല്ല. ശക്തി എന്ന വാക്ക് ഉപയോഗിക്കാൻ റബ്ബിനറിയാം. അതിന് പദങ്ങൾ അറബി ഭാഷയിൽ ലഭ്യമാണ്, ഇഷ്ടംപോലെ പദങ്ങളുണ്ട്. എന്നിരിക്കെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇനി അങ്ങനെ അതിൻ്റെ അർത്ഥം ശക്തി എന്നായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയും, ഇതാ യദെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അതുകൊണ്ടുള്ള ഉദ്ദേശം ശക്തിയാണെന്ന് ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തഹരീഫ് ചെയ്യാൻ പാടില്ല. മൂന്നാമത്തത്, ബിദൂനി തംസീലിൻ, തംസീൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് ഉപമിക്കാനും പാടില്ല. അള്ളാഹുവിന് കൈയുണ്ടെന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ്റെ കൈ പോലെയാണോ? പാടില്ല, പറയാൻ പാടില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. അതുകൊണ്ട് ആ കൈ ഒരു സൃഷ്ടിയുടെ കൈ പോലെയും അതിനെ ഉപമിക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ അതെങ്ങനെയാണ്? അത് അള്ളാഹുവിനെ അറിയുള്ളൂ. എങ്ങനെയെന്നുള്ളത് അള്ളാഹുവിനെ അറിയുള്ളൂ. എന്നാൽ അതിനെ നിഷേധിക്കുകയോ ദുർവ്യാഖ്യാനിക്കുകയോ ചെയ്യേണ്ടതില്ല. അതിൻ്റെ കൈഫിയത്ത് നമുക്കറിയില്ല. അതുകൊണ്ട് സൃഷ്ടികൾ അതിനോട് ഒന്നിനോടും ഉപമിക്കാൻ പാടില്ല. അതാണ് മൂന്നാമത്തത്. നാലാമത്തത്, ബിദൂനി തക്യീഫിൻ, കൈഫിയത്ത് പറയരുത്. സൃഷ്ടികളോട് ഉപമിക്കുന്നില്ല, പക്ഷെ അതിൻ്റെ ഏകദേശ രൂപം ഇങ്ങനെയാണ് എന്ന് നമ്മുടെ വക പറയാൻ പാടില്ല. ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, അള്ളാഹുവിന് നിങ്ങൾ ഉപമകൾ പറയരുത്, നിങ്ങളുടെ വക വിശദീകരിക്കരുത്. അപ്പോൾ ഈ 4 കാര്യങ്ങളിൽ നിന്ന് മുക്തമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകളെ മനസ്സിലാക്കേണ്ടത്. നിഷേധിക്കരുത്, മറിച്ച് സ്ഥാപിക്കണം. അങ്ങനെ ഉണ്ട് എന്ന് പറയണം. ദുർവ്യാഖ്യാനിക്കരുത്, മറിച്ച് അതിനെന്താണോ അർത്ഥമുള്ളത് അതിനങ്ങനെ തന്നെ മനസ്സിലാക്കണം. അതേ സമയത്ത് അത് സൃഷ്ടികളോട് ഉപമിക്കാൻ പാടില്ല, മൂന്നാമത്തത്. നാലാമത്തത്, സ്വന്തം വക വ്യാഖ്യാനങ്ങളോ ഉദാഹരണങ്ങളോ ഇന്ന രൂപത്തിലാണ് എന്ന് പറയാനും പാടില്ല. അതുകൊണ്ടാണ് അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, പരമകാരുണ്യകനായ അള്ളാഹു അർശിൽ ഇസ്തിവാ ചെയ്തു. ഇസ്തവ എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ മേലെയാവുന്നതിനാണ് ഇസ്തവ എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ഇസ്തവ അല എന്ന് പറഞ്ഞ ഒരർത്ഥമാണ്, ഇസ്തവ ഇല എന്ന് പറഞ്ഞാൽ ഒരർത്ഥമാണ്. സുമ്മ ഇസ്തവ ഇലസ്സമായി. എന്നാൽ ഇസ്തവ അലൽ അർശ്, അള്ളാഹു അർശിലായി എന്നാണ് അർത്ഥം, അർശിന്മേലായി. ഈ കാര്യം ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ദർസിൽ പറഞ്ഞുകൊണ്ടിരിക്കെ
ഒരു വിദ്യാർത്ഥി ചോദിച്ചു, കൈഫൽ ഇസ്തിവ, അള്ളാഹു എങ്ങനെയാണ് ഇസ്തിവ ചെയ്തത്? എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഇസ്തിവ? അതിന് അദ്ദേഹം നൽകിയ മറുപടി, അൽ ഇസ്തിവ മാലൂമുൻ. ഇസ്തിവ എന്താണ് എന്ന് അറിയപ്പെട്ടതാണ്, ഖുർആനിലുമുണ്ട് ഹദീസിലുമുണ്ട്. വൽ കൈഫു മജ്ഹൂലുൻ, പക്ഷെ അതെങ്ങനെ എന്നത് ഖുർആനിലുമില്ല ഹദീസിലുമില്ല. അൽ ഈമാനു ബിഹി വാജിബുൻ, അതിൽ വിശ്വസിക്കൽ വാജിബാണ്. വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അതെങ്ങനെയെന്ന് ചോദിക്കൽ ബിദ്അത്തുമാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല. നബിയോട് സ്വഹാബികളാരും ചോദിച്ചിട്ടില്ല. ശ്രദ്ധിക്കുക, സ്വഹാബത്തിൻ്റെ ആ വിഷയത്തിൽ ശ്രദ്ധ നോക്കുക നിങ്ങൾ. ഒരു പേരിനെങ്കിലും 100,000 വരുന്ന സ്വഹാബികളിൽ ഒരാൾ പോലും അള്ളാഹുവിൻ്റെ സിഫാത്തിനെ കുറിച്ച് എങ്ങനെയെന്ന് ചോദിച്ചിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഒരു ചോദ്യം തന്നെ ഉണ്ടായിട്ടില്ല. നിശബ്ദമായി അവരത് സ്വീകരിച്ചു. പിന്നീട് ദുർവ്യാഖ്യാനങ്ങൾ വന്നപ്പോഴാണ് സലഫുകൾക്ക് പോലും അതിനെക്കുറിച്ച് പറയേണ്ടി വന്നത്. അവരേകപക്ഷീയമായി പറഞ്ഞതല്ല, ദുർവ്യാഖ്യാനിക്കാനും ഇതേപോലുള്ള നിഷേധങ്ങൾ, അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ നിഷേധിക്കുന്ന മുഅ്തസിലിയാക്കളും അതേപോലെ തന്നെ ഖദരിയാക്കളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള പിഴച്ച കക്ഷികളുടെ ആഗമനമുണ്ടാവുകയും ഈ പറയപ്പെട്ടതുപോലെയുള്ള അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ അവർ സ്വന്തം നിലക്ക് വ്യാഖ്യാനിക്കുകയും ചെയ്തപ്പോഴാണ് പണ്ഡിതന്മാർക്ക് അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തജ്രീബി അയുനിന, അപ്പോൾ അള്ളാഹുവിന് 2 കണ്ണുകളുണ്ട്. അതേ സമയത്ത് അതിൻ്റെ ആശയം എന്താണ്? അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പരിഗണനയിലും സംരക്ഷണത്തിലും കരുതലിലുമായിരുന്നു ആ കപ്പലിൻ്റെ സഞ്ചാരം. ആ കപ്പലിൻ്റെ സഞ്ചാരം, നീ എൻ്റെ കണ്ണുകളിലുണ്ട് എന്ന് പറഞ്ഞാൽ നീ എൻ്റെ സംരക്ഷണത്തിലും ശ്രദ്ധയിലുമുണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പരിഗണനയിലും ശ്രദ്ധയിലും ആ കപ്പൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. കാരണം ആദ്യത്തെ കപ്പലാണ്. ഒരു കപ്പൽ എങ്ങനെയാണ് ഓട്ടിക്കുക എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ട എല്ലാ അറിവുകളും ലഭിച്ചൊരു കാലഘട്ടത്തിലല്ല. അപ്പോൾ പിന്നെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് അത് പോകുന്നുണ്ടെങ്കിൽ ബിസ്മില്ലാഹി മജ്രേഹ വ മുർസാഹ എന്നാണ്. കപ്പലിൽ കയറി ബിസ്മില്ല എന്ന് പറയാൻ പറഞ്ഞു. ആ കപ്പലിനെ ഓട്ടിച്ചത് ബിസ്മില്ല എന്ന ആ ഒരു വാക്കാണ്. ബിസ്മില്ലാഹി മജ്രേഹ, അപ്പോൾ അത് സഞ്ചരിച്ചോളും. അപ്പോൾ കപ്പലിൽ കയറി കപ്പൽ ഓട്ടിക്കേണ്ട രീതി എന്താണ്? സ്വിച്ച് ഇടുന്നതിന് പകരം ബിസ്മില്ല, സഞ്ചരിച്ചു. അത് ലാൻഡ് ചെയ്യണം, ആങ്കർ ചെയ്യണം, എന്താണ്? ബിസ്മില്ല വ മുർസാഹ. അതിനെ നിർത്തിയതും ബിസ്മില്ല എന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ ആ ലക്ഷ്യസ്ഥാനത്ത് അത് നിന്നു, പിന്നെ സഞ്ചരിച്ചില്ല. അതാണ് ഇവിടെ പ്രത്യേകം പറയുന്നത്. അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ സംരക്ഷണത്തിലാണ് ആ കപ്പൽ സഞ്ചരിച്ചത്. ജസാഅൻ, അങ്ങനെ കപ്പലിൽ അവരെ അള്ളാഹു സഞ്ചരിപ്പിച്ചത് ജസാഅൻ, ഒരു പ്രതിഫലം എന്നുള്ള നിലക്കാണ്. ലിമൻ കാന കുഫിറ, ആ നിഷേധിക്കപ്പെട്ട റസൂലിന് വേണ്ടി. കുഫിറ എന്ന് പറഞ്ഞാൽ നിഷേധിക്കപ്പെട്ടു. അവർ അദ്ദേഹത്തെ നിഷേധിച്ചു. അപ്പോൾ അദ്ദേഹം ദുആ ചെയ്തു. അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ പ്രതിഫലമായിരുന്നു ആ ഒരു സംരക്ഷണം. വിശ്വാസികളെയും അള്ളാഹു അവിടുന്ന് സംരക്ഷിച്ചു. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ പ്രളയത്തിൽ അള്ളാഹു അവരെയും അകപ്പെടുത്തുകയും പിന്നീട് അവരുടെ നിയ്യത്തനുസരിച്ച് അള്ളാഹു അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. റഹ്മാനായ റബ്ബ് അങ്ങനെയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് അള്ളാഹു മനസ്സിലാക്കി തന്ന പ്രവാചകന്മാർ, അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ജസാഅൻ ലിമൻ കാന കുഫിർ. വലഖദ് തറക്നാഹ, വലഖദ് തറക്നാഹ, വലഖദ് തീർച്ചയായും, തറക്നാഹ അതിനെ നാം ആക്കിയിരിക്കുന്നു, അവശേഷിപ്പിച്ചിരിക്കുന്നു. തറക്ക എന്ന് പറഞ്ഞാൽ ഇവിടെ അവശേഷിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ്. തറക്ക യത്രുക്കു തർക്കൻ. തറക്നാഹ അതിനെ നാം അവശേഷിപ്പിച്ചിരിക്കുന്നു. ആയത്തൻ ഒരു ദൃഷ്ടാന്തമായി കൊണ്ട്. ഫഹൽ എന്നിരിക്കെ ഉണ്ടോ, മിൻ മുദ്ദക്കിരിൻ ഉറ്റ് ആലോചിച്ച് മനസ്സിലാക്കുന്ന ആരെങ്കിലുമുണ്ടോ? ഇദ്ദക്കറ എന്ന് പറഞ്ഞാൽ ആലോചിച്ചു മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ ആ വേർഡ്
ഇബ്നു ജരീർ അത്ബരി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഇഫ്തഅല എന്ന വസനിൽ വരുന്ന വാക്കുകളെ വകദാലിക തഫ്അലുൽ അറബു ഫീമാ കാന അവ്വലുഹു ദാലൻ യത്ബഉഹാ താഉൽ ഇഫ്തിആൽ യജ്അലൂനഹാ ജമീഅൻ ദാലൻ മുശദ്ദദ. ആദ്യത്തിൽ ദാല് വരികയും പിന്നീട് ഫിഅലിൻ്റെ ഭാഗമായി വരുന്ന താ വരികയും ചെയ്താൽ അറബികൾ പൊതുവെ അതിനെ ഷദ്ദുള്ള ദാലായിട്ടാണ് ഉച്ചരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വേർഡ് ഇദ്ദക്കർത്ത ഇദ്ദിക്കാറൻ ഐ ഇത് തെക്കർത്ത ഇത് തിക്കാറൻ, ആ വേർഡ് അങ്ങനെയാണ്. ഇത് തെക്കറത്ത ഇത് തെക്കറ ഇത് തെക്കറ ഇത് തെക്കറ, അതാണ് വേർഡ്. ഇത് തെക്കറ ദിക്റിൽ നിന്ന് വന്ന മറ്റൊരു വാക്കാണ്, ഇഫ്തഅല വസനാണ്. ഇത് തെക്കറ. അപ്പോൾ ആദ്യം ദാല് പിന്നെ താ, അങ്ങനെ വന്നാൽ അവർ മുശദ്ദദായ ദാലായി ഉച്ചരിക്കും. അതാണ് ഇദ്ദക്കറ. അവിടെ ദാലും പോയി തായും പോയി, പിന്നെ ദ ഇദ്ദക്കറ. സത്യത്തിൽ ആ വേർഡ് ഇത് തെക്കറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ഓതിത്തന്നത് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഫഹൽ മിൻ മുദ്ദക്കിർ, ഫഹൽ മിൻ മുദ്ദക്കിർ, അതാണ് ഫഹൽ മിൻ മുദ്ദക്കിർ. അർത്ഥം ആലോചിച്ചു മനസ്സിലാക്കുന്ന ആരെങ്കിലുമുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ വലഖദ് തറക്നാഹ, വലഖദ് തറക്നാഹ അങ്ങനെയാണ് അത് പാരായണം ചെയ്യേണ്ടത്. നാം അതിനെ അവശേഷിപ്പിച്ചിരിക്കുന്നു. ആയത്തന്നൊരു ദൃഷ്ടാന്തമായി. എന്തിനെ? രണ്ട് നിലക്കുള്ള വ്യാഖ്യാനമുണ്ട്. അതിലൊന്നാമത്തത് ആ സംഭവത്തെ ഒരു ആയത്തായി എക്കാലഘട്ടത്തിലും സത്യനിഷേധികൾക്ക് ഗുണപാഠവും സത്യവിശ്വാസികൾക്ക് ആശ്വാസവുമാണ് തത്തുല്യമായ സംഭവങ്ങൾ. അപ്പോൾ ഈ സംഭവം നമുക്കറിയാം, ആ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ റസൂലിൻ്റെ കാലത്ത് സംഭവിച്ചത് സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം നാം ഇപ്പോഴും ഓർക്കുന്നു. എത്ര വർഷമായി? ആയിരക്കണക്കിന് വർഷങ്ങളായി. ഇന്നും നാം നമ്മുടെ കണ്ണിൽ കാണുന്നത് പോലെ ആ സംഭവത്തെ വിശദീകരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു അതിൻ്റെ സ്മരണയെ നിലനിർത്തിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, ഈ നൂറ്റാണ്ടിലും ഇത് പറയുമ്പോഴും ആരെങ്കിലും ഇതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളാനുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കാം. രണ്ടാമത് ഉലമാക്കൾ പറഞ്ഞു, അതുകൊണ്ടുള്ള ഉദ്ദേശം വലഖദ് തറക്നാഹ ഐ ഹാദിഹി സഫീന, ആ കപ്പലിനെ എന്ന് പറഞ്ഞാൽ കപ്പലുകളെ അള്ളാഹു ഒരു ദൃഷ്ടാന്തമാക്കിയിരിക്കുന്നു എന്നാണ്. വആയത്തുല്ലഹും അന്നാ ഹമൽനാ ദുർരിയ്യതഹും ഫിൽ ഫുൽക്കിൽ മഷ്ഹൂൻ, അവർക്കൊരു ആയത്താണ് ആദം സന്തതികളെ അള്ളാഹു നിറയ്ക്കപ്പെട്ട കപ്പലുകളിൽ വഹിച്ചിരിക്കുന്നു. അപ്പോൾ വലിയ കപ്പലുകൾ കടലിലൂടെ സഞ്ചരിക്കുന്നതൊരു ദൃഷ്ടാന്തമായി പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് നിങ്ങളെയും വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന കപ്പലുകൾ. അപ്പോൾ കപ്പലാണ് ഉദ്ദേശം, അതാണ് മറ്റൊരു തഫ്സീർ. അതും ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തത്, ആ കപ്പലിനെ തന്നെ അള്ളാഹു അവശേഷിപ്പിച്ചിരിക്കുന്നു. ജൂതി പർവ്വതത്തിൽ വസ്തവത്ത് അലൽ ജൂതി എന്ന് ഖുർആനിൽ തന്നെയുണ്ട്. ഇറാഖിലെ ജൂതി പർവ്വതത്തിൽ, അതിൻ്റെ ഏറ്റവും ഉയർന്ന പർവ്വതമാണ്. അപ്പോൾ വെള്ളം അത്രയും ഉയർന്നു. അപ്പോൾ അതിൻ്റെ മേലെയാണ് കപ്പൽ പോയി ലാൻഡ് ചെയ്തത് എന്നുള്ളതാണ്. അവിടെയാണ് അത് ഉള്ളത്. അപ്പോൾ അത്രയും ഉയരത്തിൽ വെള്ളം പോയിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ ചില കണ്ടുപിടുത്തങ്ങൾ അതിനെ ശരിവെക്കുന്നതായി വാർത്തകളുണ്ട്. അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് അത് തന്നെയാണോ അല്ലേ എന്നതിനെക്കുറിച്ച് അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. എന്നാലും അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ അതേ സ്ഥാനത്ത് പുരാതനമായ കപ്പലിൻ്റെ ചില അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. എന്തായിരുന്നാലും ശരി, ആ സംഭവവും കപ്പലും എല്ലാം തന്നെ അതൊരു ദൃഷ്ടാന്തമായിരുന്നു. ഇബ്നു ജരീർ അത്ബരി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്, അൽഖല്ലാഹു സഫീനത നൂഹിൻ അലൽ ജൂദി ഹത്ത അദ്റകഹ അവൈലു ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിൻ്റെ തുടക്കക്കാർ എന്ന് പറഞ്ഞാൽ അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന പിന്നീട് വന്നവർക്ക് കാണാൻ പറ്റുന്ന
രൂപത്തിൽ അള്ളാഹു അതിനെ അവശേഷിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത തലമുറക്ക് ആ ചരിത്രാവശിഷ്ടം കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇന്നതുണ്ട് എന്നതിനെക്കുറിച്ച് ലേറ്റസ്റ്റ് കണ്ടുപിടുത്തമാണ് ജൂതി പർവ്വതനിരയിൽ ഇന്നും അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് എന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ തഫ്സീർ എഴുതുന്ന കാലഘട്ടത്തിൽ അവർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, വരുന്ന തലമുറകൾക്ക് അതൊരു ദൃഷ്ടാന്തമായി അള്ളാഹു അവശേഷിപ്പിച്ചു. അപ്പോൾ അത് എത്ര കാലം വരെ എന്നുള്ളത് നമുക്കറിയാത്തൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംഭവ്യത അത് തന്നെയാണ് എന്നാണ്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. അപ്പോൾ വലഖദ് തറക്നാഹ ആയതൻ, അതിനെ ഒരു ദൃഷ്ടാന്തമാക്കി അള്ളാഹു അവശേഷിപ്പിച്ചിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, ആരെങ്കിലും ഗുണപാഠം ഉൾക്കൊള്ളുവാനുണ്ടോ, കാര്യങ്ങൾ മനസ്സിലാക്കുവാനുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, ഫകൈഫ കാന അദാബി വനുദുർ. 16-ാമത്തെ ആയത്തിൽ ഫകൈഫ കാന, അപ്പോൾ എപ്രകാരമായിരുന്നു അദാബി, എൻ്റെ ശിക്ഷയും, വനുദുർ, എൻ്റെ താക്കീതുകളും. നുദുർ എന്ന് പറഞ്ഞാൽ താക്കീതുകൾ. അപ്പോൾ എൻ്റെ താക്കീതുകൾ, എൻ്റെ ഇൻസാറുകൾ, അൻസറ യുൻദിറു ഇൻസാറൻ, അള്ളാഹു ചോദിക്കുകയാണ് എൻ്റെ താക്കീതുകളും എൻ്റെ ശിക്ഷയും അപ്പോൾ എപ്രകാരമായിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ താക്കീതുകൾ വന്നു, അത് സ്ഥിരപ്പെട്ടു. അതിനുശേഷം ശിക്ഷയും വന്നു. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളൂ. അതെപ്രകാരമാണ് ആ വലിയ പ്രളയം സംഭവിച്ചത്, പഠിച്ചു മനസ്സിലാക്കൂ. ഫകൈഫ കാന അദാബി വനുദുർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ചരിത്രമറിയുന്ന ആളുകളോട് ചോദിക്കുകയാണ്, ഫകൈഫ കാന അദാബി വനുദുർ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. വലഖദ്, തീർച്ചയായും, യസ്സർന, യസ്സറ യുയസ്സിറു തൈസീറൻ. യസ്സറ എന്ന് പറഞ്ഞാൽ യുസ്ർ ഉണ്ടാക്കുക, എളുപ്പമുണ്ടാക്കുന്നതിനാണ് യസ്സറ എന്ന് പറയുക. യുയസ്സിറു തൈസീറൻ. വലഖദ് യസ്സർനൽ ഖുർആന, ഖുർആനിനെ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. എന്തിന്? ലിദ്ദിക്ർ, ലിദ്ദിക്ർ, ഓർക്കാൻ എളുപ്പമാക്കിയിരിക്കുന്നു. സക്കറ എന്ന് പറഞ്ഞാൽ ഓർക്കുക, മെമ്മറൈസ് ചെയ്യുക, ഹിഫ്ളാക്കുക, ഉത്ബോധനം ഉൾക്കൊള്ളുക, സ്വീകരിക്കുക. അതൊക്കെ ആ വാക്കിൻ്റെ അർത്ഥമാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി, ഓർക്കാൻ വേണ്ടി ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, നേരത്തെ ചോദിച്ചതുപോലെ ആരെങ്കിലും ആലോചിച്ചു പഠിച്ചു മനസ്സിലാക്കാനുണ്ടോ ഖുർആനിനെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ, ഈ ഖുർആൻ ഏതൊരു സമൂഹത്തിനാണോ അവതരിപ്പിക്കപ്പെട്ടത് അവർക്ക് ചരിത്രത്തിൽ നിന്നും അല്ലാതെയും എല്ലാ നിലക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കിയിരിക്കുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്-സഈദി റഹിമഹുല്ലാഹ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞു, വലഖദ് യസ്സർനാ വസഹൽനാ ഹാദൽ ഖുർആനൽ കരീം. ഈ ഖുർആനിനെ നാം അങ്ങേയറ്റം എളുപ്പമാക്കിയിരിക്കുന്നു. അൽഫാളഹു ലിൽ ഹിഫ്ളി വൽ അദാ, അതിൻ്റെ അൽഫാളുകളെ ഹിഫ്ളാക്കാനും ഓതാനും വളരെ എളുപ്പമാണ്. ഭാഷാപരമായ കെട്ടിക്കുടുക്കുകളില്ല. ഒരു വേദഗ്രന്ഥം, അള്ളാഹുവിൽ നിന്നുള്ള ഒരു വേദഗ്രന്ഥം, പ്രപഞ്ച സ്രഷ്ടാവിൽ നിന്ന് വന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ സിഫാത്തിൻ്റെ ഭാഗമായ അള്ളാഹുവിൻ്റെ കലാം, ആ കലാമാണ് ഖുർആൻ. പക്ഷെ അത് ഹിഫ്ളാക്കാൻ സൃഷ്ടികൾക്ക് എത്ര എളുപ്പമാണ്. വളരെ ചെറിയ കുട്ടികൾ പോലും, 5ഉം 6ഉം വയസ്സുള്ള കുട്ടികൾ വരെ ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കിയ ധാരാളം സംഭവങ്ങൾ. പൂർവ്വകാലത്ത് 8 വയസ്സ് 10 വയസ്സ് 10 വയസ്സാകുമ്പോഴേക്ക് ഒരുവിധം എല്ലാ കുട്ടികളും ഹാഫിളീങ്ങളായിരുന്നു, പ്രത്യേകിച്ചും അവരുടെ കൂട്ടത്തിലെ ആലിമീങ്ങളായ ആളുകൾ. ഇന്നും അതേ പ്രായത്തിൽ ഹാഫിളുകളായ ഒരുപാട് ആളുകളുണ്ട്. എന്നാലും നിങ്ങൾ നോക്കൂ, ഇനി ഹാഫിളായാലും ഇല്ലെങ്കിലും ഒരു അജമിയായ, അഥവാ നാം അറബികളല്ല, നാം ഇന്ത്യക്കാരാണ്. ഇന്ത്യയിലെ തന്നെ വളരെ ശ്രമകരമായൊരു ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്. നമ്മുടെ നാവും സംസാര ശൈലിയുമൊക്കെ അറബിയുമായി വിദൂരതയിലാണുള്ളത്. അതിനോടുള്ള സാമ്യത പോലുമില്ല. എന്നാൽ അറബ് രാഷ്ട്രങ്ങളോട് അടുത്ത് നിൽക്കുന്ന പല രാജ്യങ്ങളിലും ആ അറബിയോട് സാമ്യതയുള്ളതായതിനാൽ അവർക്ക് എളുപ്പമുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ വിദൂരമായ ഒരു നാട്ടിൽ വളരെയധികം കെട്ടിക്കുടുക്കുകളുള്ള ഭാഷ ഉപയോഗിക്കുന്ന നമ്മുടെ നാവിന് പോലും വളരെ എളുപ്പമാണ് പരിശുദ്ധ ഖുർആൻ.
അതുകൊണ്ട് തന്നെ ഖുർആൻ ഹിഫ്ളാക്കാനും അത് അദാ ചെയ്യാനും അഥവാ ഓതാനുമൊക്കെ അള്ളാഹു ഏത് നാട്ടുകാർക്കും എളുപ്പമാക്കിയിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ തൈസീർ. വമആനീഹി ലിൽ ഫഹ്മി വൽ ഇൽം, അതിൻ്റെ അൽഫാളുകൾ മാത്രമല്ല അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനും അറിയാനും എളുപ്പമാണ്. ഖുർആനിൻ്റെ ആശയങ്ങൾ നോക്കൂ നിങ്ങൾ, സാധാരണക്കാരന് പോലും വേഗം മനസ്സിലാവും. ഖുർആൻ്റെ ശൈലി അങ്ങനെയാണ്. വലിയ വലിയ തത്വശാസ്ത്രങ്ങളൊന്നുമല്ല, ലളിതമായി മനുഷ്യൻ്റെ ഫിത്രത്തിന് ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തുള്ളത് മുതശാബിഹാത്തുകളായത് വളരെ കുറവേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. മഹാഭൂരിപക്ഷവും മുഹ്കമാത്തുകളായ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്കൂളിലും പോകണം എന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത് പോലും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രത്യേകത എന്താണ്? റസൂലിൻ നബിയിൽ ഉമ്മിയാണ്, എഴുതാനും അറിയില്ല വായിക്കാനും അറിയില്ല. എഴുതാനും വായിക്കാനും അറിയാത്തൊരു പ്രവാചകനാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത് പോലും. വലിയ സാഹിത്യം അറിയുന്ന ആളായിരുന്നില്ല ആ പ്രവാചകൻ. എഴുത്തും വായനയും അറിയാഞ്ഞിട്ട് പോലും ആ ഖുർആൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് കാണിച്ചു. കാന ഖുലുഖുൽ ഖുർആൻ എന്നാണ് എന്ന് പറഞ്ഞാൽ ആ ഖുർആനിനെ ജീവിതത്തിൽ സാംശീകരിക്കാൻ സ്കൂളിൽ പോകണം എന്നില്ല എന്നർത്ഥം. സ്കൂളിൽ പോകണ്ട, സ്കൂളിൽ പോവാത്ത നിരക്ഷരനായ ഒരു കർഷകന് പോലും, നിരക്ഷരനായ ഒരു മനുഷ്യന് പോലും ഖുർആനിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ പറ്റും. എന്നാൽ ഒരു ഫിസിക്സിൻ്റെ ഒരു തത്വം പഠിക്കാനും മനസ്സിലാക്കാനും ഒരു സാധാരണക്കാരന് പറ്റൂല, വലിയ വലിയ തിയറികളാണ്. എന്നാൽ ഖുർആനിൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയേണ്ട ഒരാവശ്യം ഒരാൾക്കുമില്ല. ഏത് സ്കൂളിൽ പോവാത്ത ആൾക്കും ഖുർആൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും, അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ഉമ്മീയങ്ങളിൽ അവതരിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് അതിനെ മാതൃകയാക്കി. അറബികൾക്ക് പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അവർക്ക് പറ്റുമെങ്കിൽ അതല്ലാത്തവർക്കൊക്കെ പറ്റുന്നതാണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും, ഉമ്മീയങ്ങളായ ഒരു സമൂഹത്തിലേക്കാണ് പ്രവാചകൻ അയച്ചത്. അവർക്ക് എഴുത്തും വായനയും അധികം ആളുകൾക്കും അറിയില്ലായിരുന്നു എന്നാണ്, ഒരു ന്യൂനപക്ഷത്തിനൊഴികെ. അവരിൽ നിന്ന് തന്നെ എഴുത്തും വായനയും അറിയാത്തൊരു നബി, പക്ഷേ സാമ്രാജ്യങ്ങളെ കീഴടക്കി, അതിൻ്റെ ആദർശവുമെല്ലാം. അപ്പോൾ ആ രൂപത്തിൽ ഖുർആനിൻ്റെ ലഫ്ളുകൾ ഹിഫ്ളാക്കാൻ എളുപ്പമാണ്, ഓതാൻ എളുപ്പമാണ്, അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ എളുപ്പമാണ്. ലിഅന്നഹു അഹ്സനൽ കലാമി ലഫ്ളാ വ അസ്ദഖുഹു മഅനാ. ലഫ്ള് ഏറ്റവും അഹ്സനായ കലാമാണ്, നല്ല രസമുള്ള വാക്യഘടനയാണ് ഖുർആനിൻ്റെത്. അറബികൾ പൊതുവേ സംസാരിക്കുന്നതും ഖുർആൻ്റെ ശൈലി നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ക്ലാരിറ്റി വ്യക്തമാകുന്നത്. എന്തൊരു ക്ലാരിറ്റിയാണ്! അതേപോലെ തന്നെ അതിൻ്റെ മഅന സത്യസന്ധമാണ്. വ അബയനുഹു തഫ്സീറ, അതിൻ്റെ തഫ്സീർ അങ്ങേയറ്റം. അതായത് ഹുദൽ ലിന്നാസി വ ബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ജനങ്ങൾക്കുള്ള മാർഗദർശനമാണ്. ആ മാർഗദർശനത്തിൻ്റെ ബയാനും തിബിയാനൻ ലികുല്ലി ഷൈ, എല്ലാറ്റിനുമുള്ള തഫ്സീർ, തിബിയാൻ, അതാണ് ഖുർആൻ. ഒരു സ്ഥലത്ത് ഭംഗ്യമായി സൂചിപ്പിച്ചതിനെ മറ്റൊരു സ്ഥലത്ത് വളരെ കൃത്യമായി വിശദമായി സൂചിപ്പിക്കുന്ന ഒരു ശൈലി. അങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടുള്ള തഫ്സീർ ഖുർആനിൽ കാണാം. ഫകുല്ലു മൻ അഖ്ബല അലൈഹി യസ്സറല്ലാഹു അലൈഹി മത്ലൂബഹു ഗായത തൈസീർ. അതുകൊണ്ട് ആരാണോ ഖുർആൻ പഠിക്കാൻ മുന്നിട്ട് വരുന്നത് അവർക്ക് അങ്ങേയറ്റം അല്ലാഹു അത് എളുപ്പമാക്കി കൊടുക്കുന്ന, അല്ലാത്തവർക്ക് സഅബായിരിക്കും. ഖുർആൻ പഠിക്കുന്ന താലിബുൽ ഇൽമിന് അല്ലാഹു അത് എളുപ്പമാക്കി കൊടുക്കും. എന്നാൽ പഠിക്കുന്നതിന് മുമ്പേ പ്രയാസമാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരാണ് മഹാഭൂരിപക്ഷം. അവരൊന്ന് ഓതി നോക്കട്ടെ, ഓതി നോക്കാതെയാണ് ഈ പറയുന്നത്. ബാക്കി എല്ലാറ്റിനും എത്ര വർഷമെടുത്താൽ പഠിക്കുന്നത്, എത്ര വർഷം സ്കൂളിൽ പോകുന്നു. ഇത് ഒന്നോ രണ്ടോ ക്ലാസ്സിൽ പങ്കെടുത്ത് ഒന്നും എഴുതാൻ പറ്റുന്നില്ല, അല്ലെ വായിക്കാൻ പറ്റുന്നില്ല, അപ്പോഴേക്ക് ഇത് സഅബാണ്, ബുദ്ധിമുട്ടാണ്. ശൈത്താനാണത്. ഖുർആനിൽ നിന്ന് നമ്മെ അകറ്റാൻ വേണ്ടി ശൈത്താൻ ചെയ്യുന്ന പണിയാണത്. മനസ്സറിഞ്ഞ് ഖുർആൻ പഠിക്കാനും ഹിഫ്ളാക്കാനും തയ്യാറായാൽ 70-ലും 80 വയസ്സിലൊക്കെ ഹാഫിളീങ്ങളായവരാണ് പൂർവ്വകാല സലഫുകളിൽപ്പെട്ട പല ആളുകളും. ഇതൊരു വിഷയമല്ല. ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കും. അതുകൊണ്ട് ആരാണോ ഹൃദയം കൊണ്ട് ഖുർആനിലേക്ക് മുന്നിടുന്നത് അവർക്ക് അല്ലാഹു എളുപ്പമാക്കും. അതാണ് ഫഹൽ മിൻ മുദ്ദക്കിർ,
ആരെങ്കിലും പഠിക്കാനുണ്ടോ അവർക്ക് നാം എളുപ്പമാക്കുമെന്നൊരർത്ഥം അതിനുണ്ടെന്ന് മുഫസ്സിരിങ്ങൾ പറയുന്നു. ഏതൊരു താലിബ് ഇൽമിനും അള്ളാഹു അത് എളുപ്പമാക്കി കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ റെഡിയാണോ എങ്കിൽ എളുപ്പമുണ്ട്, റെഡിയല്ലേ എളുപ്പമല്ല എന്നും ഒരു തഫ്സീർ അതിന് കാണാം. വസഹലഹു അലൈ വദ്ദിക്റു ശാമിലുൻ ലികുല്ലി മാ യതദക്കറു ബിഹിൽ ആമിലൂന മിനൽ ഹലാലി വൽ ഹറാം. ഇവിടെ ദിക്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് ഓർത്ത് ആലോചിച്ച് പഠിച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാം അതിൽപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ മറ്റൊരു പേരാണ് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ. അതും അദ്ദിക്റാണ്, ഖുർആൻ തന്നെ ദിക്റാണ്. അതുകൊണ്ട് തന്നെ അതിലെ ഹലാൽ ഹറാമുകൾ നോക്കൂ, വളരെ ലളിതമാണ്. കള്ളു കുടിക്കരുത്, വാദിഹാണ്. വ്യഭിചരിക്കരുത്, വാദിഹാണ്. പലിശ വാങ്ങരുത്, വ്യക്തമാണ്. കളവ് പറയരുത്, വ്യക്തമാണ്. ആരെയും പരിഹസിക്കരുത്, വ്യക്തമാണ്. ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാനും അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ. സൃഷ്ടികളെ ആരെയും വിളിക്കരുത്, വ്യക്തമാണ്. കൺഫ്യൂഷനില്ല. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അള്ളാഹു എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നതൊക്കെ സൃഷ്ടികളാണ്. സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കരുത്. ആരാധ്യൻ ജനിച്ചവനുമല്ല, ജന്മം കൊടുത്തവനുമല്ല. അതുകൊണ്ട് തന്നെ പിതാവായി അറിയപ്പെട്ട ഒരാളെയും ആരാധിക്കരുത്, മക്കളായി ജനിച്ച ഒരാളെയും ആരാധിക്കരുത്. അതുകൊണ്ട് എല്ലാ നബിമാരും ആ നിലക്കുള്ളവരാണ്. ഒന്നുകിൽ പിതാവാണ്, അല്ലെങ്കിൽ പുത്രനാണ്. ഒന്നാമത്തെ നബി ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരുടെ മുഴുവൻ പിതാവാണ്. മകനായിട്ടല്ല ജനിച്ചത്, പക്ഷേ പിതാവാണ്. ലം യലിദ് വലം യൂലദ്. ഇതൊന്നുമില്ലാത്തവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ ഖുർആനിൻ്റെ എല്ലാ കാര്യങ്ങളും, അതേപോലെ തന്നെ അഹ്കാമൽ അംരി വൻ നഹി, അമ്രിൻ്റെയും നഹീൻ്റെയും അഹ്കാമുകൾ, അഹ്കാമുൽ ജസാഇ വൽ മവാഇദ് വൽ ഇബർ, പ്രതിഫലവുമായി ബന്ധപ്പെട്ട സ്വർഗനരകങ്ങളുടെ വിശദീകരണം വ്യക്തമാണ്. അതിലെ ഉപദേശങ്ങൾ, ഗുണപാഠങ്ങൾ, വൽ അഖായിദിൻ നാഫിഅ വൽ അഖ്ബാർ അസ്സാദിഖ, നാഫിയായ വിശ്വാസപരമായ കാര്യങ്ങൾ, സത്യസന്ധമായ ചരിത്ര വിശദീകരണം, അങ്ങനെ തുടങ്ങി പരിശുദ്ധ ഖുർആനിലെ എല്ലാ കാര്യങ്ങളും അത് ഏറ്റവും നല്ല അസ്ഹലായ ഉലൂമുകളാണ്, എളുപ്പമാണ്. ചെറിയ കുട്ടികൾക്ക് വരെ പഠിച്ചു മനസ്സിലാക്കാൻ പറ്റുന്ന വിജ്ഞാനങ്ങളാണ്. എന്നാൽ അതാകട്ടെ ജീവിതത്തിൻ്റെ മുഴുവൻ ബറക്കത്തിൻ്റെയും അടിസ്ഥാനവുമാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. അതിലെ ആയത്തുകളെക്കുറിച്ച് നിങ്ങൾ തദ്ബീർ ചെയ്യണം, ആലോചിക്കണം, പഠിക്കണം, വഖഫ് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ചില ആയത്തുകൾ ഓതിയാൽ അവിടെ വഖഫ് ചെയ്യുമായിരുന്നു. യഥാർത്ഥത്തിൽ വഖഫ് എന്നുള്ളത് പോലും എന്തിനാണ്? ഖുർആനിലെ ആയത്ത് ഓതുമ്പോൾ വഖഫിൻ്റെ ഭാഗങ്ങളുണ്ട്. ആ വഖഫ് ശ്വാസം കിട്ടുന്ന വിഷയത്തിൽ മാത്രമുള്ളതല്ല, അത് മഅനയുടെ പൂർത്തീകരണം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വഖഫിന് വ്യത്യസ്ത രൂപങ്ങളുണ്ട്. ലാസിമായ വഖഫുണ്ട്, മുസ്തഹബായ വഖഫുണ്ട്, ജായിസായ വഖഫുണ്ട്, നിർബന്ധിത ഘട്ടത്തിലുള്ള വഖഫുണ്ട്, സയ്യിആയ മോശമായ വഖഫുണ്ട്, അങ്ങേയറ്റം മോശമായ വഖഫുണ്ട്. ഈ പറഞ്ഞ വഖഫുകളൊക്കെ ശ്വാസവുമായി ബന്ധപ്പെട്ടല്ല, മഅനയുമായി ബന്ധപ്പെട്ട, ശ്രദ്ധിക്കുക, അർത്ഥവുമായി ബന്ധപ്പെട്ട. എന്തിനാണത്? മനുഷ്യൻ ഒറ്റാലോചിക്കാൻ വേണ്ടിയാണ്, ചിന്തിക്കാൻ വേണ്ടിയാണ്. പാരായണം ചെയ്യുമ്പോൾ ഒന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്യുക, ഖുർആൻ ഓതുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് ആലോചിക്കുക അതിനെക്കുറിച്ച്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ഒരായത്ത് മാത്രം ഓതി നമസ്കരിച്ചു, നേരം വെളുക്കുന്നത് വരെ, ഒറ്റായത്ത്. പക്ഷെ ആ ആയത്തിലെ മഅന നബി അത് തറദ്ദുദ് ചെയ്യാൻ, വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രേരിപ്പിച്ചു. മഹാന്മാരായ ധാരാളം ആളുകൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബികൾ ചില ആയത്തുകളിൽ അവിടെ ഉടക്കി നിൽക്കുന്നതാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയാണ് റിപ്പീറ്റേഷനാണ്. കാരണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഖുർആനിലുണ്ട്. മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഖുർആനിലുണ്ട്. എന്നാൽ അള്ളാഹു പറയുന്നത്, ആരെങ്കിലും തദ്കീറിനുണ്ടോ, ആലോചിക്കാനും പഠിക്കാനുമൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്ന് അള്ളാഹു ചോദിക്കാനത് വല്ലാത്തൊരു ചോദ്യമാണ്. ഈ അധ്യായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പലതവണ ആവർത്തിക്കുന്നുണ്ട്. ഫഹൽ മിൻ മുദ്ദക്കിർ, ആരുണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ,
ആരുണ്ട് ചിന്തിക്കാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹൽ മിൻ ത്വാലിബി ഇൽമിൻ ഫയുആനു അലൈഹി, ചില ഉലമാക്കൾ പറഞ്ഞത് ഫഹൽ മിൻ ത്വാലിബി ഇൽമിൻ, വല്ല വിദ്യാർത്ഥികളുമുണ്ടോ, ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടോ എങ്കിൽ യുആനു അലൈഹി, അള്ളാഹു അവരെ സഹായിക്കാം എന്നാണ്. അള്ളാഹു അവരെ സഹായിക്കാം, റഹ്മാനായ റബ്ബിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഈ ഒരു മജ്ലിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏത് മജ്ലിസും വമ്പിച്ച അനുഗ്രഹങ്ങളുടെ മജ്ലിസാണ്. ഞാനും നിങ്ങളും അതിനെ അതിൻ്റേതായ ഗൗരവത്തിൽ തന്നെ കാണണം. ഇതിനൊരിടങ്ങേറായി നമ്മൾ കാണരുത്. ഇത് ഓൺലൈനിലൂടെ കേൾക്കുന്ന ആളുകളോടും എൻ്റെ മുന്നിലിരുന്നു കൊണ്ട് കേൾക്കുന്നവരോടുമാണ് ഞാൻ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ സഹായവും വലിയ ബറക്കത്തുമൊക്കെ ലഭിക്കുന്ന വല്ലാത്തൊരു പഠനമാണ് ഖുർആനിൻ്റെ പഠനം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഖൈറായവൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ, അതിൻ്റെ ഷറഹുകളുണ്ട്. ആ ഷറഹുകളിൽപ്പെട്ട ഒരു ഷറഹാണ് പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരിൽ ഒരു ഖൈറായ അവസ്ഥ എപ്പോഴും നിലനിൽക്കുന്നതാണ്. എല്ലാ കാര്യത്തിലും ആ ഖൈറ് കാണാൻ കഴിയുന്നതാണ്. അവരുടെ മഈശത്തിൽ, ഒന്ന് ഉപജീവനത്തിൽ വമ്പിച്ച ബറക്കത്തുണ്ടാകുന്നതാണ്. ഖുർആനിൻ്റെ പഠിതാക്കൾക്കുള്ളതാണത്. ഖുർആനിൻ്റെ പഠിതാക്കൾക്ക്, അത് പഠിക്കുന്നവർക്ക് ജീവിതത്തിൽ വമ്പിച്ചതായ ബറക്കത്തുണ്ടാകും. അതാണ് മുബാറക്കുൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആമായ പ്രയോഗമാണ് എന്നാണ് ഉലമാക്കൾ പറയുന്നത്. ഏത് ബറക്കത്ത് എന്ന് പറഞ്ഞിട്ടില്ല, ഇത് ഷാമിലാണ്, എല്ലാ ബറക്കത്തും ഉണ്ട് എന്നാണ്. ഖുർആൻ പഠിച്ചു തുടങ്ങുമ്പോഴേക്ക് അതിൻ്റെ അടയാളങ്ങൾ കാണാം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പഠിച്ചു തുടങ്ങുന്ന ആളുകളുടെ പിന്നാലെ ശൈത്താൻ കൂടും, പിന്തിരിപ്പിക്കാൻ വേണ്ടി. ബുദ്ധിമുട്ടാണ്. ഈ ഒരായത്ത് എത്ര ദിവസമായി നീ പഠിക്കുന്നു, ഹിഫ്ളായില്ലല്ലോ, ഇത് നിനക്ക് പറ്റിയ പണിയല്ല, നീ ആ ക്ലാസ് പോകണ്ട, നീ അത് വായിക്കണ്ട, നീ അത് പഠിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശൈത്താൻ ഖുർആൻ പഠിതാക്കളുടെ പിന്നാലെ കൂടും. അതുകൊണ്ട് ഞാൻ എന്നെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുന്നു, ഖുർആൻ പഠിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ആളുകളുടെ ഇബ്തിദാ വളരെ ശ്രമകരമായിരിക്കും, ബുദ്ധിമുട്ടുണ്ടാകും. ആ ശ്രമകരം അതിൻ്റെ അസ്ലിലുള്ളതല്ല, പിന്നെയോ അത് ശൈത്താനിൽ നിന്നുള്ളതാണ്. ഖുർആൻ ഇറങ്ങുമ്പോൾ തന്നെ ശൈത്താൻ മലക്കുകളുടെ പിന്നാലെ കൂടുന്നതാണ്. മലക്കുകളുടെ പിന്നാലെ കൂടി വയുൽഖി ശൈത്താനു ഫീ ഉമ്നിയതിഹി ഫയൻസഖുല്ലാഹു മാ യുൽഖി ശൈത്താനു സുമ്മ യുഹ്കിമുല്ലാഹു ആയാതിഹി. ഏത് നബി അയച്ചപ്പോഴും അങ്ങനെയാണെന്നാണ്. ഖുർആനുമായി മലക്കുകൾ ഇറങ്ങുമ്പോൾ ശൈത്താനും കൂട്ടം കൂട്ടമായി വരുന്നതാണ്. എന്നിട്ട് ശൈത്താൻ അവൻ്റെ വസ്വാസുകൾ ഇട്ടുകൊടുക്കും. എന്നാൽ അള്ളാഹു എന്ത് ചെയ്യുന്നു? ഫയൻസഖുല്ലാഹു മാ യുൽഖി ശൈത്താൻ. കാരണം അമ്പിയാക്കളിലേക്ക് വഹി വരുമ്പോൾ അതിന് ഇസ്മത്തുണ്ട്, അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം. അള്ളാഹു അതിനെ മായ്ച്ചു കളയും. സുമ്മ യുഹ്കിമുല്ലാഹു ആയാതി, അള്ളാഹു അവൻ്റെ ആയത്തുകളെ സ്ഥാപിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ പിശാചിന് ഇത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരാൾ ഖുർആൻ പഠിക്കുന്നത് പിശാചിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പിശാചിൻ്റെ തന്ത്രങ്ങളെ എല്ലാം നശിപ്പിക്കാൻ പര്യാപ്തമാണ് ഒരാൾ ഖുർആൻ്റെ പഠിതാവുന്നതോടുകൂടി. പിന്നെ അയാളുടെ അടുത്ത്, മറ്റുള്ളവരുടെ അടുത്ത് ചിലവാകുന്നതൊന്നും ചിലവാവില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഫൈദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നിങ്ങൾ ഖുർആൻ ഓതിയാൽ, അവിടെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഖുർആൻ ഓതി കഴിഞ്ഞതിന് ശേഷം ഒന്ന് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം എന്നാണ്. എന്നാൽ അത് ഭാഷ തന്നെ അക്ഷരാർത്ഥത്തിൽ എടുത്തപ്പോൾ പറഞ്ഞതാണ്. എന്നാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം, നിങ്ങൾ ഖുർആൻ ഓതാൻ ഉദ്ദേശിച്ചാൽ അതിൻ്റെ ഇബ്തിദായിൽ, തുടക്കത്തിൽ തന്നെ ശൈത്താനിൽ നിന്ന് രക്ഷ തേടണം. കാരണം നിങ്ങൾ ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോഴേക്ക് ശൈത്താനും അവിടെ വരും, നിങ്ങളെ എല്ലാ നിലക്കും ഇടങ്ങേറാക്കി അലസത, അതുവരെ ഇല്ലാത്തൊരുറക്കം ആ സമയത്ത്, അതുവരെ ഇല്ലാത്തൊരു മടി ആ സമയത്ത്, അതുവരെ ഇല്ലാത്ത കൂട്ടുകാർ ആ സമയത്ത്, അതുവരെ ഇല്ലാത്ത ചായ കുടിക്കാനുള്ള പൂതി ആ സമയത്ത്, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം ഉണ്ടോ അതൊക്കെ പിശാച് നമ്മൾ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം,
ആദ്യം തന്നെ റബ്ബിൽ കാവൽ തേടണം. എന്നിട്ട് പറയണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്തിയാനയാണത്. ബിസ്മില്ല എന്ന് പറയൽ തന്നെ ഒരു ഇസ്തിയാനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ബിസ്മില്ല എന്ന് പറഞ്ഞ് വാതിലടച്ചാൽ ശൈത്താൻ പിന്നെ അതിലേക്ക് ആ വാതിലിലൂടെ, ആ ജനലിലൂടെ പിശാച് കടക്കൂല എന്നാണ്. കാരണം ബിസ്മില്ല എന്ന് പറയുന്നത് പിശാചിനെതിരെയുള്ള ഒരു വലിയ ആയുധമാണ്. ബിസ്മില്ല ഇതൊരു വലിയൊരു ആയുധമാണ്. വാഹനത്തിൽ കയറിയാൽ ബിസ്മില്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞ അതാണ്. കാരണം നിങ്ങളൊരു വാഹനത്തിൽ കയറുമ്പോൾ അവിടെ ഒരു ശൈത്താനും ഉണ്ടാവുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതൊരു വാഹനത്തിൽ കയറുമ്പോഴും ഒരു ശൈത്താനുണ്ടാവും. ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ ഷർറിന്ന് രക്ഷപ്പെടും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ മുന്നിട്ട് വരണമെന്നാണ് എനിക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരാളുടെയും ഖുർആനിൻ്റെ പഠനം അവസാനിക്കുന്നില്ല. ഹാഫിളായാൽ അവസാനിക്കില്ല, ആലിമായാൽ അവസാനിക്കില്ല. പഠിച്ചുകൊണ്ടേയിരിക്കുക മരണം വരെ. അതിൻ്റെ തുടക്കത്തിൽ കാണപ്പെടുന്ന പ്രയാസങ്ങളെ അവഗണിച്ചാൽ പിന്നെ എളുപ്പമായിത്തീരും. പിന്നെ പിശാച് അവരുടെ അടുക്കിലേക്ക് വരില്ല ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലക്ക് ഖുർആൻ പഠിക്കാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അതിൻ്റെ ബറക്കത്തുകൾ ഇരുലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.